എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് വിനോജ്. ഇന്നൊരു വീക്കെൻഡ് ആയിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വക്കീൽ സന്ദീപ് ഒരു പുതിയ വീട് മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടൊന്ന് സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കാളവാല്, ഓക്സ്ടെയിൽ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കാളവാലെന്നൊന്നും ചിന്തിക്കുകയേ വേണ്ട. ഇത് വെച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാളവാൽ ബിരിയാണി, ഓക്സ്ടെയിൽ ബിരിയാണി. എനിക്ക് തോന്നുന്നു കാളവാൽ ബിരിയാണി ചെയ്യുന്ന ആദ്യത്തെ മലയാളി ഷെഫ് ഞാനായിരിക്കും. എന്നാൽ പണി അങ്ങോട്ട് തുടങ്ങാം. സന്ദീപിന് എപ്പോഴും ഒരു പരാതിയാണ്, സന്ദീപ് എൻ്റെ കൈ കൊണ്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന്. എന്നാൽ അതൊന്ന് മാറ്റി കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഈ UK-യിലുള്ളവർക്ക് കാളവാൽ തേടി വേറെ എങ്ങും പോകേണ്ട, നേരെ കോസ്കോയിൽ വിട്ടാൽ മതി. കോസ്കോയിൽ നല്ല കിട്ടിയിലും ഓക്സ്ടെയിൽ ഇരിപ്പുണ്ട്. ഇതാ സാധനം കണ്ടോ, എന്താ അടിപൊളി ഐറ്റം എന്നറിയാമോ? ഇവനെ മെല്ലെ സ്ലോ റോസ്റ്റാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സോൾട്ടും പെപ്പറും ഇട്ട് നന്നായിട്ടൊന്ന് സീസൺ ചെയ്തെടുക്കാം. നമ്മുടെ പുറകെ വക്കീൽ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, കൂടെ സന്തു ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. സീസൺ ചെയ്ത ഓക്സ്ടെയിൽ മൊത്തം സന്ദീപിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഇനി നമുക്ക് വലിയൊരു ഉരുളി അങ്ങോട്ട് എടുത്ത് വെക്കാം. ഉരുളി അടുപ്പിലോട്ട് വെച്ച് ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം അല്പം എണ്ണ ഒഴിച്ച് ഈ ഓക്സ്ടെയിൽ മൊത്തം ഒന്ന് സീർ ചെയ്തെടുക്കണം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് സീർ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് സീർ ചെയ്യുമ്പോൾ മീറ്റൊക്കെ നല്ല ടെൻഡറായിട്ട് കിട്ടും കേട്ടോ. അതിനാണ് നമ്മൾ ആദ്യം സീർ ചെയ്യുന്നത്. കാളവാൽ രണ്ട് സൈഡ് ഇതുപോലെ കളറായതിനു ശേഷം ഉരുളിയിൽ നിന്ന് നമുക്ക് ഈ അടപ്പിലേക്ക് മാറ്റിയെടുത്തിട്ട് ഉരുളിയിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊന്ന് ചൂടായാലാണ് ഹോൾ സ്പൈസസ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, ജാതിപത്രി ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 300 ഗ്രാം ഇഞ്ചിയും 300 ഗ്രാം വെളുത്തുള്ളിയാണ്. കുറേ നാളിന് ശേഷമാണ് സുഹൃത്തുക്കളൊക്കെ കൂടി കുക്ക് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇളക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് രാജേഷാണ്. അങ്ങോട്ട് ഇളക്കി കൊടുക്കും രാജേഷേ. അതിലേക്ക് ചേർക്കാനുള്ള സവോളയും പച്ചമുളകും ഒക്കെ നമ്മുടെ സന്തുവും മുരളിച്ചേട്ടനുമാണ് അരിഞ്ഞു കൂട്ടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നിന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ പച്ചമുളക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിയുള്ള ഇവിടുത്തെ പച്ചമുളകാണ്, ബേർഡ്സ് ഐ ചില്ലി എന്നാണ് അതിൻ്റെ പേര്. ഞാൻ അതുകൊണ്ട് ഒരു 12 എണ്ണം എടുത്തിട്ടുള്ളൂ. പച്ചമുളക് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയോട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊന്ന് മൂക്കുന്നവരെ. മസാലയൊക്കെ മൂക്കുന്ന ടൈമിൽ ഒരു 10 തക്കാളിയോട് നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നിന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് നമ്മൾ സീർ ചെയ്തിരിക്കുന്ന ഓക്സ്ടെയിലോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതോടൊപ്പം ഒരു 1.5 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് വളരെ ചെറിയ തീയിൽ കിടന്ന് വെന്ത് വരേണ്ട ഒരു സംഭവമാണ്. ഇനിയും ഉരുളിയുടെ അടപ്പ് അങ്ങോട്ട് വെച്ച് അടച്ച് ഒരു 5 മണിക്കൂർ ഇത് പെയ്യെ കുക്കാകണം. എല്ലാ 20 മിനിറ്റിലും അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം കുക്കായി വരുന്നുണ്ട്. ആ ടൈമിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും മിൻറ്റ് ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പലതരത്തിലുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ട്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. ഇതൊന്ന് മാറ്റി പിടിച്ച് നമുക്കൊന്ന് ഓക്സ്ടെയിൽ കൊണ്ട് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മറ്റൊരു ചെമ്പെടുത്ത് വെള്ളം വെക്കാം റൈസിന് വേണ്ടി. വെള്ളത്തിലേക്ക് എണ്ണയൊഴിച്ച് ഓൾ സ്പൈസസ്, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, തക്കോലം, ജാതിപത്രിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. വെള്ളം തിളക്കട്ടെ. വെള്ളമൊക്കെ നല്ലതായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി ഉണങ്ങാൻ വെച്ചിരുന്ന ബസ്മതി റൈസ് കൂടെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. റൈസ് ഒരു 80% ആകുമ്പോഴത്തേക്ക് നമ്മൾ ഊറ്റി മാറ്റണം. നമ്മുടെ ഓക്സ്ടെയിൽ, അതായത് കാളവാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പഞ്ഞി പരുവായിട്ടുണ്ട്. എല്ലേന്നൊക്കെ വേണ്ടത് വിട്ട് നിൽക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് അങ്ങോട്ട് ലെയർ ഇടണം. ആദ്യത്തെ ലെയർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്ക് കാഷ്യൂനട്ട്, ഫ്രൈഡ് ഓണിയൻ, മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ, ആവശ്യത്തിന് നെയ്യും ഒഴിച്ച് അടുത്ത ലെയർ ഇടാം. രണ്ടാമത്തെ ലെയർ റൈസ് കൂടെ ഇട്ടിട്ട് കാഷ്യൂനട്ട്, ഫ്രൈഡ് ഓണിയൻ, മിൻറ്റ് ലീഫ്, കൊറിയാണ്ടർ, നെയ്യും ചേർത്ത് അങ്ങോട്ട് ഇടണം. അതിനുവേണ്ടി അടപ്പ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ അരി വെച്ച ചെമ്പൂടെ എടുത്ത് മേളോട്ടിട്ട് ഒരു 20 മിനിറ്റ് കിടക്കട്ട് ദമ്മിൽ. നമ്മൾ 5 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം 11:45 സന്ദീപിൻ്റെ മോൻ തങ്കു, അവന് വിശന്ന് കണ്ണ് കാണാതെ നിൽക്കുക പാവം. അവന് തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് ബിരിയാണി കൊടുക്കാം. തങ്കുവിന് ആദ്യം കൂടി. തങ്കു എങ്ങനെയുണ്ട് മോനെ? രണ്ടാമത് നമ്മൾ ബിരിയാണി കൊടുത്തത് നമ്മുടെ ക്യാമറാമാൻ, നമ്മുടെ ചങ്ക് സുനീഷ് ബ്രോയ്ക്കാണ്. സുനീഷ് ബ്രോ, സന്തു, രാജേഷ്,
ബാക്കി എല്ലാവരും പുറത്തോട്ട് പോയിട്ടുണ്ട് സാധനം എടുത്തുകൊണ്ട്. ഇത് കണ്ട് ഇനി ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ശരിക്കും പറയാമല്ലോ, കാളവാൽ ബിരിയാണി പൊളി സാധനം. അപ്പോൾ അടുത്ത ദിവസം ഇനി കിട്ടില്ലുണ്ട് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.